ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ലാറ്റിൻ ക്രമം അനുസരിച്ച് എല്ലാ പള്ളികളിലും വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് ഒത്തിരി സുപരിചിതമായ ഒരു വചനഭാഗമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ ആദ്യമായിട്ട് ചെയ്ത അത്ഭുതത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് തവണ നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗങ്ങൾ പങ്കുവയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ആവർത്തിച്ച് പങ്കുവയ്ക്കുന്ന ഒരു വചനഭാഗമായത്. ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അതിൽ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് പറയുകയാണ്, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പ്രിയമുള്ളവരെ, അവിടെ ഒരു വിവാഹ വിരുന്ന് നടക്കുമ്പോൾ, ആ കുടുംബത്തിൻ്റെ വലിയൊരു ആഘോഷം നടക്കുമ്പോൾ അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് യേശുവിനെ ആ വിരുന്നിലേക്ക്, അവരുടെ ആഘോഷങ്ങളിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ആഘോഷങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ വിവാഹ വിരുന്നായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മാമോദിസയായിരിക്കാം, ആദ്യ കുർബാന സ്വീകരണമായിരിക്കാം, മനസ്സമ്മതമായിരിക്കാം, അല്ലെങ്കിൽ കയറിത്താമസമായിരിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്: യേശുവിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടോ? എൻ്റെ ആഘോഷങ്ങളിൽ യേശുവിന് സ്ഥാനമുണ്ടോ? ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന വലിയ ഒരു അപാകത എന്ന് പറയുന്നത്, ആ കുടുംബങ്ങളിൽ ഏത് തരത്തിലുള്ള ആഘോഷം നടക്കുമ്പോഴും അവർ ബാക്കി എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും സ്ഥാനങ്ങൾ കൊടുക്കുന്നു. എന്തിനു വേണ്ട? മദ്യത്തിന് പോലും അവിടെ സ്ഥാനം കൊടുക്കുന്നുണ്ട്. മദ്യം, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റു ആഘോഷങ്ങളെല്ലാം, മക്കളുടെ വക പാർട്ടി, അപ്പന്മാരുടെ വക പാർട്ടി, അല്ലെങ്കിൽ ചേട്ടന്മാരുടെ വക പാർട്ടി, എല്ലാ പാർട്ടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ എന്ത് നടക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിലെ ആ ആഘോഷത്തിൽ യേശു ഉണ്ടാകണം. കാരണം യേശു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഘോഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം നിറവുകളാക്കി മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മൾ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ചില പോരായ്മകളൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി ടെൻഷൻ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ സങ്കടങ്ങൾ വരാം, ഇതെങ്ങനെയാവും എന്ന വിചാരങ്ങൾ വരാം, നിരാശ തോന്നാം. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു എൻ്റെ ആഘോഷങ്ങളിൽ ഉണ്ടാകണം. ഇന്നൊരുപാട് ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി പള്ളികളിലൊക്കെ തിരുനാളുകൾ നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു പള്ളിവാതിക്കൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പള്ളിയിൽ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ കുർബാനയിൽ പള്ളിക്കകത്ത് ഇരിക്കുന്നതിനേക്കാൾ അധികം ജനം റോഡിലൂടെയും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി പരക്കം പായുന്ന ഒരുപാട് ജനങ്ങളെ കണ്ടു. പക്ഷെ അവർക്ക് ആ പരിശുദ്ധ കുർബാനയോ അല്ലെങ്കിൽ ഈശോയോ അതൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. അവരുടെ ആ പ്രദർശനം, അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങൾ എല്ലാം അതിലും മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് ആഘോഷമായിക്കോട്ടെ, പക്ഷേ അവിടെ നമ്മുടെ കൂടെ യേശു ഉണ്ടാകണം. യേശു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഘോഷങ്ങളുടെ അവസാനം വലിയൊരു ആനന്ദത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കത്തുള്ളൂ. ആ ആഘോഷങ്ങളിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ചില ഭവനങ്ങളിലൊക്കെ ചിലപ്പോൾ വിവാഹ വിരുന്ന് നടക്കും. ആ വിവാഹത്തിൻ്റെ അവസാനം അവിടെ ചിലപ്പോൾ അടിയും ബഹളമായി തീരാറുണ്ട്. കാരണം എന്താ? അവിടെ ഈശോ ഇല്ല, പകരം മദ്യപാനമാണ്. മദ്യപാനം അവിടെ കൂട്ടുകൂടി മദ്യപിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളൊക്കെ അവിടെ അടിയും ഇടിയും ബഹളമൊക്കെയാണ്. കാരണം എന്താ? അവിടെ ഈശോ ഇല്ല. പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ച് തരും. പക്ഷേ ആ ആഘോഷങ്ങളിൽ നമ്മൾ ഒരിക്കലും ഈശോയെ മാറ്റിവെക്കരുത്. ഈശോ ഇല്ലാതെ ഒരാഘോഷങ്ങളിലും നമ്മൾ പങ്കുചേരരുത്. കാരണം യേശുവാണ് സർവ്വവും. പ്രൈസ് ദി ലോർഡ്.